ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെറൈറ്റി അച്ചാറാണ്, ചീമച്ചേമ്പിൻ്റെ താള് കൊണ്ട് ഒരച്ചാർ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ചീമച്ചേമ്പ് താളച്ചാർ ഇടുന്നതെന്ന് കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി അച്ചാറാണ്. ഇത് നമ്മുടെ ചീമച്ചേമ്പിൻ്റെ താളാണ്. ഈ താളുകൊണ്ട് നമുക്ക് ഇന്നൊരു അച്ചാറിടാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ചേമ്പുംതാൾ അച്ചാറിട്ടാൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചേമ്പുംതാൾ അച്ചാറിടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോയി നമ്മൾ സാധാരണ തോരൻ വെക്കാൻ അരിയുന്നതിനേക്കാളും ഇച്ചിരൂടെ വലിപ്പത്തിൽ നമുക്ക് ഇതൊന്ന് അരിഞ്ഞ് ഞാൻ എടുത്തുകൊണ്ട് വരാവേ. അങ്ങനെ നമ്മുടെ ചേമ്പുംതാൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത്രയും വലിപ്പത്തിലാണ് അരിഞ്ഞേക്കുന്നത്. എന്നിട്ടിത് നല്ലപോലെ ഞാൻ ഇച്ചിരി ഉപ്പ് പൊടിയിട്ട് ഒന്ന് ഇളക്കി വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ. നമുക്ക് നമ്മുടെ ചേമ്പുംതാൾ അച്ചാറിടാൻ തുടങ്ങാവേ. അപ്പോൾ നമ്മളിത് നമ്മുടെ ചട്ടിയൊക്കെ തീയെ വെച്ചിട്ടുണ്ട്. നമ്മൾ എന്നും ചട്ടിക്കകത്ത് കറി വെച്ചിട്ടുണ്ട്. എണ്ണ ചട്ടിക്കകത്ത് തന്നെ ഓൾറെഡി തെളിഞ്ഞു വരുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി കാലം ഇത് വെക്കാനൊന്നുമല്ല നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത്. നമ്മളിതിട്ട് ഇപ്പം തന്നെ കൂട്ടാനുള്ളൊരു ഇതിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മളിനി അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. നമ്മുടെ കടുക് പൊട്ടി ഞാനൊരു 5 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ പച്ചമുളക് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പം നമ്മുടെ താളായതുകൊണ്ട് നമുക്ക് അതിനകത്ത് താള് നല്ലപോലെ അങ്ങ് അലിഞ്ഞ് ചേരുമല്ലോ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ട് അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്നതാണ്. ഞാനൊരു 2 കഷ്ണം ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നമ്മൾ ഈ താളങ്ങ് അലിഞ്ഞ് ഇതിനകത്തേക്ക് ചേരുമല്ലോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് അല്ലെങ്കിൽ പേസ്റ്റോ ചതച്ചോ ഇടുവാണെങ്കിൽ നമ്മുടെ ആ താളയിലെല്ലാം നല്ലപോലെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പിടിച്ചോളുവേ. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഇങ്ങനെ ഇതിനകത്തൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ വേണം നമുക്ക് നമ്മുടെ താളിനെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ താള് നല്ലപോലെ ഇപ്പോൾ ചെറിയ ഇലായിരിക്കും ഇപ്പോഴത്തെ ഈ സീസണിൽ കർക്കിടകം ചിങ്ങമാസത്തിലൊന്നും. പക്ഷേ എങ്കിലും നമുക്കൊരു ശകലം എന്താ പറയുന്നത് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഇതാകാം കേട്ടോ. എന്നാൽ ചൊറിഞ്ഞെങ്കിലോ ഇനി അറിയത്തില്ലോ, ചിലപ്പം ചേമ്പല്ലേ, അതുകൊണ്ട് ചൊറിയുന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇച്ചിരി ഉപ്പുവെള്ളത്തിലങ്ങ് പിഴിഞ്ഞെടുത്തേക്കണം. അപ്പോൾ പിന്നെ ചൊറിയുവേല, ധൈര്യമായിട്ട് നമുക്ക് അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും എല്ലാം നല്ലപോലെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിൻ്റെ താള് ഇതുണ്ടോ, നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന താള് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുമ്പം ഒത്തിരി ഉണ്ട്, അത് പേടിക്കേണ്ട. ഇച്ചിരി കഴിയുമ്പോൾ നമ്മുടെ താളങ്ങ് ഇതായിട്ട് പൊക്കോളൂ, അലിഞ്ഞു വെന്ത് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ഇച്ചിരി ആയി പൊക്കോളും. അതേ ഉപ്പ് ഉപ്പ് നമ്മൾ പിന്നെ അച്ചാറിന് നമ്മൾ പിന്നെ എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതി. നമുക്ക് ഉപ്പ് വേണോ എന്ന് നമുക്ക് നല്ലപോലെ നമ്മൾ ഉപ്പിനകത്ത് പിഴിഞ്ഞെടുത്തേക്കുന്നതുകൊണ്ട് ഇത് നല്ലപോലെ ഇതിനകത്തിട്ട് ഇളക്കി നമുക്കിത് നല്ലപോലെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരണം നമ്മുടെ ഈ ചേമ്പും താളും. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞിടുവാണെങ്കിൽ നമുക്ക് അത്രയാം നമ്മുടെ താളയിലേക്ക് പിടിക്കുകയില്ല. താളായതുകൊണ്ട് ബാക്കി എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളൊന്ന് ചതച്ചോ അല്ലെ പേസ്റ്റോ ഇടുവാണെങ്കിൽ നമ്മുടെ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഇതെല്ലാം കൂടെ കൂടി നമ്മുടെ താളയിലേക്ക് പിടിച്ചോളും. അപ്പോൾ നമുക്കിനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാതെ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ചേമ്പുംതാൾ നല്ലപോലെ ഇതേ വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇച്ചിരി വേണേലും വഴറ്റാം. ഇനിയിപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഇത് മതി. നമ്മൾ ഇട്ടപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നുണ്ട്, എല്ലാം നല്ലപോലെ വെന്ത് അലിഞ്ഞപ്പോൾ ഇതായി കുറഞ്ഞു പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 സ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂണ് നമ്മുടെ അച്ചാർ പൊടി, 1/4 സ്പൂണ് മഞ്ഞൾ പൊടി, ഇത്രയും കൂടെ ഞാനൊന്ന് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ താളിനകത്തേക്ക് തന്നെ ഇട്ട് ആ എണ്ണ തെളിയുന്നോടം വരെ നമുക്ക് നന്നായിട്ട് അതിനകത്തിട്ട് ഒന്ന് ഇളക്കി ഇതുകൊണ്ട് മൊത്തവും കൂടെ കൂട്ടി ഇളക്കി ഈ എണ്ണയും ഈ താളും നമ്മുടെ ഈ അരപ്പും കൂടി ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് നമുക്കിതൊന്ന് ഇളക്കി എണ്ണ തെളിച്ചെടുക്കാവേ.
ഇങ്ങനെ ഇളക്കി ഇത് എണ്ണ തെളിഞ്ഞ് വരണം. അങ്ങനെ ഇതുണ്ട് നമ്മുടെ അച്ചാർ, നമ്മുടെ താളച്ചാർ നമ്മളെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തീരെ അങ്ങ് കുറുകിയിരിക്കുവാണല്ലോ. നമുക്കപ്പോൾ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, നമ്മുടെ ചേമ്പന്താളിൻ്റെ ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പിനൊക്കെ ഉപ്പ് പിടിക്കണമല്ലോ, അതിന് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഉപ്പിട്ടിട്ട് നമുക്ക് അരപ്പിനെല്ലാം ഉപ്പ്, നമ്മുടെ താളിന് മാത്രമല്ല ഉപ്പുള്ളൂ, അപ്പോൾ എല്ലാം കൂടി മൊത്തം ഉപ്പൊന്ന് പിടിക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉപ്പെല്ലാം ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ ഉപ്പുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ. ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ എല്ലാ അച്ചാറിനകത്തും ഞാൻ ഒരു സ്പൂൺ, ഒന്നര സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ് എനിച്ചോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഏത് അച്ചാർ ഇട്ടാലും അതിനകത്ത് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്ത് കൊടുക്കും. ഇനിയിപ്പോൾ വേണ്ടിയവർക്ക് ഇട്ടാൽ മതി, ഇടണ്ടാത്തവർക്ക് ഇടണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടം എന്നുള്ള രീതിക്ക്. പക്ഷേ നമ്മൾ അച്ചാറിന് ഇച്ചിരി പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ അച്ചാർ ഒരു പ്രത്യേക രുചിയാണ്. നമ്മുടെ അച്ചാറിനൊരു ഇച്ചിരി പഞ്ചസാര ചേർത്ത് മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ഉള്ളൊരു ഇത്. നാരങ്ങ അച്ചാറിനാണേലും എരിവും പുളിയും കയ്പും എല്ലാം കൂടെ എന്ന് പറഞ്ഞാൽ ഇതിനും ഓരോരോ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാവേ. നമ്മളതിനകത്തേക്ക് വേറെ നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് ഒത്തിരി ചാറാക്കേണ്ട. അതിനകത്തേക്ക് നമുക്കൊരു 2 അല്ലെങ്കിൽ 3 സ്പൂണ് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒത്തിരി വിനാഗിരി വേണ്ടതാനും, നമ്മുടെ താളല്ലേ, അപ്പോൾ ഒത്തിരി ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ടോ നമുക്ക് ഇങ്ങനെ ഒരു ചാറ് ഒത്തിരി ആയിട്ട് വേണ്ട, നമുക്കൊരു കുറുകിയ പരുവത്തിനുള്ള ആണ് നമ്മുടെ താളച്ചാർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു പരുവത്തിന് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമുക്ക് ഒത്തിരി വെള്ളമൊന്നും ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണ്ട. നമുക്ക് നോക്കാം. ഇനി താളച്ചാറാന്ന് പറയില്ല കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പം അത്യാവശ്യത്തിനുള്ള പുളിയുണ്ട്, പുളി ഒത്തിരി ഒത്തിരി നമുക്ക് വിനാഗിരി വേണ്ടല്ലോ. ഇച്ചിരി എരിവ് മിന്നിട്ട് നിൽപ്പുണ്ട്, അത് അച്ചാറിന് വേണം. ഇച്ചിരി എരിവ്, നമ്മുടെ താളല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു സ്വല്പം എരിവ് മിന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി നമുക്ക് തീയെല്ലാം ഓഫ് ചെയ്ത് ഇച്ചിരി കായവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്കൊരു ഇത്ര 1/2 സ്പൂൺ കായവും കൂടെ ഇട്ട് കൊടുക്കും. കായം ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി, ഇഷ്ടമില്ലാത്തവർക്ക് കായം ഇടണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ അച്ചാർ പൊടി നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് ഓൾറെഡി കായമൊക്കെ ചേർന്നാണല്ലോ വരുന്നത്. നമുക്ക് അച്ചാറിനൊരു കായത്തിൻ്റെയൊക്കെ ഇച്ചിരി ഒരു ഫ്ലേവറൊക്കെ കിട്ടണം, ഇച്ചിരി ഒരു രുചിയൊക്കെ ആകണം എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ കായം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കായം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുകൊണ്ടോ നമ്മുടെ അച്ചാർ ഈ ഒരു പരുവത്തിന് നമുക്ക് ഇതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുപ്പിക്കകത്തേക്ക് എടുത്ത് മാറ്റി വെക്കാവേ. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ അടിപൊളി ചേമ്പും താളച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പം ഇട്ടിട്ട് ഞാൻ തന്നെ ഒന്ന് കൂട്ടി നോക്കാം, എന്നിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് പറയാം. നല്ല അച്ചാറാണ് കേട്ടോ, നല്ല സൂപ്പർ അച്ചാറാണ്. ഞാൻ ഇത് പറയുന്നൊന്നുമല്ല, നല്ല അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ അച്ചാറാണ്, അടിപൊളിയാണ്. നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.